അശ്രദ്ധയോടെ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പല പ്രവൃത്തികളും വലിയ അപകടം വിളിച്ചു വരുത്തുന്നതാണ് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. ഇവിടെ ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവനാണ് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത്. സന്തോഷത്തോടെ കളിച്ചിരികളുമായി തൻ്റെ കൂട്ടുകാരെ കാണാനായി അങ്കണവാടിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു ആ കുരുന്ന്. എന്നാൽ നിമിഷ നേരം കൊണ്ട് ചെറിയൊരു അശ്രദ്ധയിൽ ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായി. ചേതനയറ്റ ആ കുഞ്ഞു ശരീരം വീട്ടിലേക്കെത്തിച്ചപ്പോൾ നാട് ഒന്നടങ്കം തേങ്ങുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത്. നിലവിളിച്ച് കരയുന്ന അവളുടെ അമ്മയുടെ ആ ദയനീയമായ കാഴ്ചയും കണ്ടു നിൽക്കാൻ കഴിയുന്നതായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് റാന്നി വയലത്തല ലക്ഷം വീട് ഉന്നതിയിൽ താമസിക്കുന്ന സാന്ദ്രയുടെ മകൾ അവന്തിക എന്ന 3.5 വയസ്സുകാരി അതിദാരുണമായി മരണപ്പെടുന്നത്. വീടിനുള്ളിൽ നിന്നും ഷോക്കേറ്റാണ് പെൺകുട്ടിക്ക് മരണം സംഭവിച്ചത്. രാവിലെ ജോലികളെല്ലാം തീർത്ത ശേഷം സാന്ദ്ര മകളെ അങ്കണവാടിയിലേക്ക് പറഞ്ഞയക്കാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. കുഞ്ഞിനെ കുളിപ്പിച്ച ശേഷം കുഞ്ഞുടുപ്പുകൾ അണിയിച്ച് അവളെ ഒരുക്കി അമ്മ കട്ടിലിൽ ഇരുത്തിയ ശേഷം കുളിക്കാനായി പോയതായിരുന്നു. ഈ സമയം കുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയുമായിരുന്നു. എന്നാൽ കുളി കഴിഞ്ഞ് തിരികെ മുറിയിലെത്തിയ ആ അമ്മ കാണുന്നത് തൻ്റെ പൊന്നോമന നിലത്ത് അനക്കമില്ലാതെ കിടക്കുന്ന കാഴ്ചയാണ്. ഓടിച്ചെന്ന മകളെ കോരിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ സാന്ദ്രയ്ക്ക് ചെറിയ തോതിൽ ഷോക്കേറ്റു. ഇതോടെ വൈദ്യുതാഘാതമേറ്റതാണെന്ന് മനസ്സിലാക്കിയ സാന്ദ്ര ഉടൻ തന്നെ നിലവിളിച്ച് ആളുകളെ കൂട്ടുകയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരുന്നു. ഇവിടെ വീട്ടുകാർക്ക് സംഭവിച്ച അശ്രദ്ധയാണ് ഇങ്ങനെ ഒരു അപകടം വരുത്തിവെച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കട്ടിലിൽ വെച്ചിരുന്ന എക്സ്റ്റൻഷൻ ബോക്സിൽ നിന്നുമാണ് കുഞ്ഞിന് വൈദ്യുതാഘാതമേറ്റത് എന്നാണ് പ്രാഥമികമായ നിഗമനം. ഈ ഒരു അപകടം ഓരോരുത്തർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ കയ്യെത്തുന്ന ഉയരത്തിൽ ഇത്തരത്തിലുള്ള അപകടകരമായ വൈദ്യുത ഉപകരണങ്ങളൊന്നും തന്നെ വെക്കാൻ പാടുള്ളതല്ല. മറ്റൊന്ന്, നമ്മുടെ വീടുകളിലെ എല്ലാ വയറിങ്ങുകളിലും RCCB അല്ലെങ്കിൽ ELCB പോലുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് വൈദ്യുതി ഷോക്കിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണെന്ന് ഈ സംഭവം നമുക്ക് കാണിച്ചു തരുന്നു. ഇത് ഘടിപ്പിക്കുന്നതിലൂടെ ഇങ്ങനെയുണ്ടാകുന്ന എർത്ത് ലീക്കേജുകളിൽ നിന്നും രക്ഷ നേടാനും 90% വൈദ്യുതി അപകടങ്ങളെ ഒഴിവാക്കാനും സാധിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഓരോരുത്തരും മുൻകൂട്ടി കണ്ട് വേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാനായി ശ്രദ്ധിക്കുക. ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.